ഹായ്, ഞാൻ അനുനന്ദ. ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. നമ്മൾ 2 ദിവസം മുന്നേ നമ്മളുടെ പേജിൽ ഒരു Q&A പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ വിൽ ഒബ്വിയസ്ലി ഫീൽ സാഡ്. ചില മൊമെൻറ്റ്സിൽ നമ്മൾ സാഡായിട്ട് ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി സാഡ് ആവും. അപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സാഡ്നെസ്സിനെയും ഒരു അസുഖത്തിൻ്റെ പേരിൽ ലേബൽ ചെയ്യുകയാണ്. എനിക്ക് ഡിപ്രഷനാണ് എന്നാണ് മിക്ക ആൾക്കാരും അതിൽ പറയുന്നത്. അത് മോസ്റ്റ് ഓഫ് ദ ടൈം ജസ്റ്റ് നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്ന നോർമൽ കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു സാഡ്നെസ് മാത്രമായിരിക്കും. ഓൺ ദി അതർ ഹാൻഡ്, ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അതൊരു ആക്ച്വൽ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറാണ്. അതിന് കുറേ ക്രൈറ്റീരിയ ഉണ്ട് ആ ഡിപ്രഷൻ എന്ന് ഡയഗ്നോസിസ് വരാനായിട്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 വീക്സ് പീരീഡിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ സാഡ്നെസ് ഉണ്ടാവണം, ക്രൈങ് സ്പെൽസ് ഉണ്ടാവണം. അതായത് നമ്മളിങ്ങനെ ആലോചിച്ച് പെട്ടെന്ന് പൊട്ടി കരഞ്ഞു പോവുക, നമ്മളുടെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് വരും, ആപ്പറ്റൈറ്റിൽ ചേഞ്ച് വരും, നമ്മളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ ചേഞ്ച് വരും. ജസ്റ്റ് ഒരു സാഡ്നെസ് കുറച്ച് നേരത്തേക്ക് ഉള്ളത് കൊണ്ട് മാത്രം നമുക്കത് ഡിപ്രഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. നോർമൽ സാഡ്നെസ് മാത്രമാണത്. ഇറ്റ്സ് നോർമൽ ടു ഫീൽ ദാറ്റ് കൈൻഡ് ഓഫ് എ സാഡ്നെസ്. നമുക്ക് ലോസ് ഉണ്ടായാൽ മാത്രമേ ഹൈകൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ബെറ്റർ ഗോ ടു എ കൺസൾട്ടൻറ്റ്. എന്നിട്ട് നമുക്കൊരു ചെക്കപ്പ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് മാത്രമല്ല, എനി കൈൻഡ് ഓഫ് ഡിസോർഡർ ആണെങ്കിലും ഫസ്റ്റ് നമുക്ക് വേണ്ട ഒരു കാര്യം നമ്മൾക്ക് ആ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ മാത്രമേ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ. ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രീറ്റ് ഉള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് വരില്ല. എങ്ങനെയൊക്കെ പറഞ്ഞാലും അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ആ ട്രീറ്റ് ഉള്ളത് കാരണം അവരാണ് ഏറ്റവും ഭയങ്കര സംഭവമായിട്ട് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ അവരോട് പോയിട്ട് ഇങ്ങനെ തോന്നുന്നത് നിങ്ങൾക്കൊരു പ്രശ്നം ഉള്ളത് കൊണ്ടാണെന്ന് പറയുമ്പോൾ അവരൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അവരുമായിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ആ ട്രേറ്റ്സ് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ ഉള്ളതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്, പറ്റുമെങ്കിൽ കഴിയുന്നതും ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ആ എൻവയോൺമെൻറ്റിൽ നിന്ന് മാറുക എന്നുള്ളത് തന്നെയാണ്. അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കഴിയുന്നത് ഒഴിവാക്കാൻ പറ്റും എന്നാണെങ്കിൽ അവിടെ നിന്ന് ആ ഇൻട്രാക്ഷൻസ് കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ചെയ്താലും അവരുടെ അടുത്ത് കാര്യം ഉണ്ടാവില്ല. ഒരു ചുമരിനോട് സംസാരിക്കണ പോലെയൊക്കെ ആയിപ്പോവും അവരോട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത്. സോ അതിൽ യൂസ് ഇല്ല. സോ ബെറ്റർ മൂവ് ചെയ്യുക. ആ ഒരു നമുക്ക് എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. സേ ഇഫ് യുവർ ഹസ്ബൻഡ് ഇസ് എ നാർസിസിസ്റ്റിക് പേഴ്സൺ ഓർ യുവർ വൈഫ് ഇസ് എ നാർസിസിസ്റ്റിക് പേഴ്സൺ, അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും. അതിനെ എങ്ങനെ നമ്മൾ ഹീൽ ചെയ്യാം എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാൻ പറ്റും. ആങ്സൈറ്റി എന്നുള്ളതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. അതിൻ്റെ ജസ്റ്റ് ഒരു ഫിയർ ഉള്ളത് കൊണ്ട് മാത്രം അത് ആങ്സൈറ്റി ആവില്ല. വേറെയും കുറേ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ആയാൽ അല്ലെങ്കിൽ ആ സിംറ്റംസ് കാണിച്ചാൽ മാത്രമേ നമുക്ക് അതിന് ആങ്സൈറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. അതിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു കാര്യവും ഇല്ലെങ്കിൽ ഒരു അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള ഫിയർ ആയിരിക്കും ഉണ്ടാവുക. നമുക്കിപ്പോൾ ഫിയർ എന്ന് പറയുമ്പോൾ നോർമലി എന്തെങ്കിലും ഒരു സാധനത്തിനോടൊരു ഫിയർ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ത്രെറ്റ് ഇല്ലാത്ത സംഭവത്തിനോട് പോലും നമുക്ക് അങ്ങനത്തെ ഒരു അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള ഫിയർ വരും. അതിൻ്റെ കൂടെ കുറേ ബോഡിലി സിംറ്റംസ് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ ബ്രെത്ത്ലെസ്നെസ് വരാം, നമുക്ക് കൈയും ഫുൾ ബോഡിയൊക്കെ ഷിവർ ചെയ്യണ പോലെ തോന്നാം, എക്സസീവായിട്ട് സ്വെറ്റ് ചെയ്യാൻ തുടങ്ങാം, പാൽപിറ്റേഷൻസ് ഉണ്ടാവാം, നമുക്കിങ്ങനെ ഒരു ചോക്കിങ് ഫീലിംഗ് ഒക്കെ ഉണ്ടാവാം, തല കറങ്ങുന്ന പോലെ തോന്നാം. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൂടെ വരുമ്പോഴേ അത് ആങ്സൈറ്റി ആവുള്ളൂ. മറ്റത് നേരത്തെ പറഞ്ഞതുപോലെ ഫിയർ എഗെയിൻ നോർമലാണ്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഫിയർ ആണ് നമ്മളെ കുറേ കാര്യത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഫിയർ ഇല്ല എന്നാണെങ്കിൽ നമ്മൾ എല്ലായിടത്തും ഒരു പ്രശ്നമില്ലാതെ കയറി പോവല്ലേ ഉള്ളൂ. ഫിയർ എന്ന് പറയുന്നത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ കുറേ സിംറ്റംസ് കൂടെ വരുമ്പോൾ മാത്രമാണ് നമുക്കതിന് ആങ്സൈറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. തെറപ്പിയിൽ വന്നിട്ട് ക്യൂർ ആവുന്നത് ക്ലയൻറ്റിൻ്റെ കയ്യിലാണ് ഒരു മേജർ പോർഷനും. തെറപ്പിസ്റ്റ് ആക്ച്വലി ഗൈഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇങ്ങനെ എന്നുള്ളത് പറഞ്ഞിട്ട് ഗൈഡ് ചെയ്യാൻ മാത്രമേ തെറപ്പിസ്റ്റിന് പറ്റുള്ളൂ. ചെയ്യേണ്ടത് ആക്ച്വലി ക്ലയൻറ്റ് തന്നെയാണ്. അപ്പോൾ എത്ര സമയം എടുക്കും എന്നുള്ളത് ആക്ച്വലി അവരുടെ മേലെ ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ തെറപ്പിയുടെ ഒരു പ്രോസസ്സ് അനുസരിച്ച് അറ്റ്ലീസ്റ്റ് ഒരു 3 to 6 months എങ്കിലും വന്നാൽ മാത്രമേ, കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രമേ
കാര്യങ്ങൾ ആ ഒരു സിംറ്റംസ് കുറഞ്ഞ് വന്ന് നമുക്ക് ഓക്കെ ആവാൻ പറ്റുള്ളൂ. അത് എഗെയിൻ പേഴ്സൺ ടു പേഴ്സൺ നമുക്ക് ഉണ്ടായിട്ടുള്ള ഇവൻസിൻ്റെ ഒക്കെ ഇമ്പാക്റ്റ് അനുസരിച്ച് അത് ചേഞ്ച് ചെയ്യാം. ബട്ട് 3 to 6 months എന്താണെങ്കിലും വരേണ്ടി വരും മിക്കവാറും. ആക്ച്വലി മോസ്റ്റ് ഓഫ് ദ തെറപ്പിസ്റ്റും അത് ഓക്കെയാണ്. നിങ്ങളൊന്ന് ആ തെറപ്പിക്ക് വന്നാൽ മതി. കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളോട് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറയും. പക്ഷേ നിങ്ങളങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിലും തെറപ്പിക്ക് റെഗുലറായിട്ട് വരാനായിട്ട് നോക്കുക. എന്താണ് നിങ്ങളവിടെ ചെയ്യാനായിട്ട് സ്റ്റോപ്പ് ചെയ്ത കാര്യം എന്നുള്ളത് വരെ നമുക്ക് തെറപ്പിയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഡ്രോപ്പ് ഔട്ട് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. ചില തെറപ്പിസ്റ്റുകളുണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ തെറപ്പിസ്റ്റുകളും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ചെയ്തില്ല എന്നുള്ളതിൻ്റെ പുറത്ത് മാത്രം ഡ്രോപ്പ് ഔട്ട് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. റെഗുലറായിട്ട് പോവുക. OCDക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമ്മളുടെ മെഡിക്കേഷൻസ്, സൈക്കാട്രിക് മെഡിക്കേഷൻസും ഉണ്ട്. നമ്മളുടെ തെറപ്പി വൈസ് പറയുകയാണെങ്കിൽ CBT, ERP എന്നൊക്കെ പറഞ്ഞിട്ട് തെറപ്പീസ് ഉണ്ട്. അപ്പം അത് OCDയിൽ ഡിപ്പെൻസ്. അപ്പോൾ ചിലർക്ക് തോട്ട്സ് മാത്രമായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ CBT ആയിരിക്കും കുറച്ചുകൂടെ വർക്ക് ആവുക. ചിലർക്ക് കമ്പൽസീവ് ആക്ഷൻസ് കൂടെ ഉള്ളവരാണെങ്കിൽ ERP ആയിരിക്കും കുറച്ചുകൂടെ വർക്ക് ആവുക. ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ്, ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നമ്മളുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ള നമ്മളുടെ കുറേ എക്സ്പീരിയൻസസ്, നമ്മളോട് ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്തു, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, അതിൻ്റെയൊക്കെ ബേസിസിലാണ് ഡെവലപ്പ് ചെയ്തു വരുന്നത്. എഗെയിൻ ജസ്റ്റ് ഈ ഒരു ട്രീറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് അതിന് സ്പെസിഫിക് ആയിട്ട് തെറപ്പി പോകുന്നതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലത്, എഫക്റ്റീവ് ആവുക ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഡയറക്റ്റ് പോയിട്ട് ഇതിൻ്റെ കൂടെ വരുന്ന ബാക്കി ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി, മേ ബി അതൊരു ഫിയർ ഓഫ് അബാൻഡൻമെൻ്റ് ആവാം, അതൊരു വേറെ കുറേ കാര്യങ്ങളിലേക്ക് ഇംപ്ലൈ ചെയ്യുന്നുണ്ടാവാം. അതെന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി പ്രോപ്പറായിട്ട് തെറപ്പി എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഫസ്റ്റ് ഓഫ് ഓൾ നേരത്തെ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു റഷ് ഉണ്ടാവില്ല. നമ്മൾ ടോപ്പിക്സ് കവർ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ കവർ ചെയ്തല്ലോ എന്നുള്ളതിൽ തന്നെ ഒരു കോൺഫിഡൻസ് വരും. പിന്നെ നമുക്ക് നമ്മളെ സെൽഫ് ഹെൽപ്പിംഗ് അല്ലെങ്കിൽ സെൽഫ് സൂത്തിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. ഫുൾ പഠിപ്പ് അല്ലെങ്കിൽ ഫുൾ ആ ഒരു പ്രിപ്പറേഷൻ എന്നുള്ളതിലേക്ക് മാത്രമല്ലാതെ കുറച്ച് നമ്മളെ കാമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് നോക്കും. ഇപ്പോൾ ചിലർക്ക് അത് ക്രോഷേയിങ് ആയിരിക്കും, ചിലർക്ക് അത് പെയിൻറ്റിങ് ആയിരിക്കും. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയും കൂടെ നമ്മൾ ചെയ്യാനായിട്ട് നോക്കും. ജസ്റ്റ് പുറത്തിറങ്ങി നടന്നാൽ വരെ നമുക്ക് ചിലപ്പോൾ ഭയങ്കര കാമാവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും കൂടെ ആ പറഞ്ഞ സ്കെഡ്യൂളിലേക്ക് തന്നെ അതും ആഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ബ്രീത്തിങ് ടെക്നിക്സ്, മെഡിറ്റേഷൻസ് ഒക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു 5 minutes or 10 minutes ആണെങ്കിൽ പോലും നമ്മൾ ഡെയിലി ആ ഒരു ഇത്ര സമയം മാറ്റി വെച്ച് നമ്മളത് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു പീരീഡിലേക്ക് നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങാൻ വരും. നമ്മൾ ഒരുപാട് കാമാവും, നമുക്ക് കാര്യങ്ങളെ പ്രോപ്പറായിട്ട് കണ്ട് ചെയ്ത് എടുക്കാൻ പറ്റും. തെറപ്പിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർ ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ അവരുടെ പല രീതിക്കുള്ള ജഡ്ജ്മെൻറ്റ്സും അല്ലെങ്കിൽ അവരുടെ കുറേ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുള്ള രീതികളും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ബിക്കോസ് ദേ ആർ തെറപ്പിസ്റ്റ് അവരുടെ ആ ഒരു ജഡ്ജ്മെൻറ്റിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാറ്റേൺ മാറണം എന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ അഫർമേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ പോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ സെഷൻസ് എടുക്കാൻ വേണ്ടി എൻക്വയറി ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ കൂടെ അന്വേഷിക്കുക. ന്യൂറോ ഡൈവേർജൻ കൺഫർമേറ്റീവ് ആണോ ആള് എന്നുള്ളതൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം പോകാനായിട്ട് നോക്കുക. ചിലരങ്ങനെ ഡിസ്മിസ് ചെയ്ത് കളയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ അല്ലാത്തവരുടെ അടുത്ത് പോവുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ നമുക്കൊരു ഓപ്ഷനായിട്ടുള്ളൂ. അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോവുക. നമുക്കത് ചോദിച്ചറിയാനുള്ള റൈറ്റ് എല്ലാ ക്ലയൻസിനും ഉണ്ട്. അവർ എവിടെയാണ് പഠിച്ചത്, എന്ത് കോഴ്സുകളാണ് ചെയ്തത്, ഏത് ടൈപ്പ് ഓഫ് തെറപ്പിയാണ് അവർ യൂസ് ചെയ്യുക, എന്താണ് നമ്മളുടെ ഡയഗ്നോസിസ്, ഇതെല്ലാം നമുക്ക് ചോദിച്ചറിയാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം പോവുക. സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രം പോവുക. അല്ലാതെ ഹീലിങ് അങ്ങനെയൊക്കെ പറയുന്നവർ വർക്ക് ആവുമായിരിക്കും. പക്ഷേ ഓൺ എ ലോങ് റൺ തെറപ്പി നമ്മളുടെ ഇഷ്യൂസൊക്കെ പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്താൽ മാത്രമേ നമുക്കതിനൊക്കെ ഓവർകം ചെയ്ത് വരാൻ പറ്റുള്ളൂ.
ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങളെ പറ്റി ഇവിടെ സംസാരിച്ചിട്ടുണ്ടായി. ഇതുപോലെ ഏതെങ്കിലും ഒരു കൺസേൺ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ്, ക്ലാരിഫിക്കേഷൻ വേണം നിങ്ങൾക്ക് തോന്നുകയാണ്, ട്രീറ്റ്മെൻറ്റ് തെറപ്പി വേണം നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.